ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാനൊരു സ്ഥലത്തേക്ക് പോകാനുള്ള നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിൻ്റെ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. പോണത് വേറെ ഇങ്ങോട്ടല്ല, നമ്മുടെ കോഴിക്കോട് തന്നെയാണ്. പോണതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ വ്ളോഗ് എടുക്കലും SM സ്ട്രീറ്റിലോട്ട് പോയിട്ട് കുറച്ച് ഷോപ്സൊക്കെ വിസിറ്റ് ആക്കുക, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വാങ്ങുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പോണ വഴിക്ക് തന്നെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ, നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഞാൻ മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ കയറിയ പാടെ നമുക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു സിംഗിൾ വിൻഡോ സീറ്റ് കിട്ടിയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല സുഖമായി. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ അധികം ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഷോർട്ട് വീഡിയോ അല്ല ലോങ് വീഡിയോ ആണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അടുത്ത വീഡിയോ എന്തായാലും ഞാൻ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ നോക്കണ്ട് ഗൈസ്. കുറേ കാലത്തിന് ശേഷം പോകണോണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 8 മണിക്ക് ഇറങ്ങി, കാരണം 8:40 ട്രെയിനായിരുന്നു കേട്ടോ ഇത്. വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് വെള്ളവും കാര്യങ്ങളും കുറച്ചെല്ലാം 2 ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെയിനിലൊക്കെ ഇങ്ങനെ ഇരുന്നിരിക്കുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 മണിക്കൂറത്തെ യാത്രയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മളൊരു ട്രെയിനിൽ പോയിട്ട് നമ്മളൊരു 11-12 മണിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ആദ്യം തന്നെ പോകാൻ പ്ലാൻ ചെയ്യുന്നത് SM സ്ട്രീറ്റിലോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെയിലത്തൊന്നും നമുക്ക് ബീച്ചിലൊന്നും പോയി ഇരിക്കാൻ പറ്റില്ല, നമ്മൾ വെന്തൊരുക്കുമെന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേഷനിൽ അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കുറച്ച് നടന്നാൽ തന്നെ SM സ്ട്രീറ്റിലോട്ടൊക്കെ എത്തും. അങ്ങനെ നമ്മൾ എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നടന്നിട്ട് നമ്മളൊരു സൺഡേ മാൾ എന്നിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പറഞ്ഞത് കുറേ ഡ്രസ്സസ്, സ്റ്റേഷനറി ഐറ്റംസ്, ബാഗ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സിനൊക്കെ അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില ഡ്രസ്സസിനൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ നല്ല ക്യൂട്ട് ആൻഡ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസും ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയതും അല്ലാതെ നമുക്ക് പുറത്തേക്കൊക്കെ ഇടാൻ പറ്റിയ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കളേഴ്സാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സ്റ്റെപ്പും കൂടിയും കയറി കഴിഞ്ഞാൽ ഇവിടെയും കുറേ ഗൗൺസ്, ഷോർട്ട് കുർത്തീസ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കളേഴ്സും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സ്റ്റേഷനറി ഐറ്റംസൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ചെറുതായിട്ട് സൗണ്ടൊന്നും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഏതെടുത്താലും 30 പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലോട്ടാണ്. ഇവിടുന്ന് നമ്മൾ എന്തെടുത്താലും 30 രൂപയാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൻ്റെ വില ഇങ്ങനെ അതിനെത്ര ഒന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബീച്ചിലോട്ട് പോവാണ്. നമുക്ക് 6:30 ആകുമ്പോഴത്തേന് ഇറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഒരു ഉച്ച ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നേരത്തെ പോകേണ്ടതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ടൈം കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇവിടെ പുറത്ത് കുറേ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ സ്റ്റാൾസും കാര്യങ്ങളൊക്കെ. അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ കോഴിക്കോട് നല്ല ഐസ്ക്രീമും ചെറിയസൊക്കെ മസ്റ്റാണല്ലോ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുൽഫി ഫ്ലേവറിലുള്ള ഐസ്ക്രീമും പിന്നെ ചെറിയസും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 4 മണിക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നല്ല തിരമാലയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകണം എന്നുള്ള ഒരു വിചാരം എനിക്കുണ്ടായിരുന്നില്ല ഗൈസ്. അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നൈറ്റാണ് ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക. നമുക്ക് പോകേണ്ടതും നൈറ്റിലാണല്ലോ. പിന്നെ ഇതിൻ്റെ മുന്നിൽ ഇതുപോലെ ഒരു ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ട്, യന്ത്രൂഞ്ഞാലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഉപ്പിലിട്ട കുറേ വെറൈറ്റി ഐറ്റംസ്, ചോളകം, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിലും അതൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് കുറച്ച് നടന്നപ്പോൾ വേറൊരു ഇതുണ്ടായിരുന്നു. അതായത് ഇവിടെ കുറേ മരങ്ങളും കുറേ സീറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ സ്റ്റാൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതുപോലെ കുറേ ബോർഡ്, നമ്മുടെ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് ഇതുപോലെ കുറച്ച് കാടമുട്ട കഴിക്കാമെന്ന് വിചാരിച്ച്. നല്ല മസാല ഇട്ട കാടമുട്ട എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുന്നിൽ തന്നെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞതുപോലെ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ പോലെ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങി. ട്രെയിനിൽ കയറുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കൊന്നും സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇരുട്ടായതുകൊണ്ട് തന്നെ ക്ലിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് കുടിക്കാനും ഇതുപോലെ ജ്യൂസും ഇതുപോലെ 7up ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.